മഴ, ഡീഗ്രേഡിംഗ്, വ്യക്തിഹത്യ, വധഭീഷണി തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും നിൽക്കുന്ന സമയത്തും ഈ സിനിമ ഇത്രയും ഗംഭീരമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് റൺ ആവുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഈ സിനിമയുടെ നടൻ്റെ പേരെന്ന് പറയുന്നത് മമ്മൂട്ടി എന്നായതുകൊണ്ടാണെന്നുള്ളൊരു കാര്യം തന്നെ വേണം പറയാനായിട്ട്. ഇത് മമ്മൂട്ടി പടം ആയതുകൊണ്ട് തന്നെയാണ് എന്നുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് വന്നേക്കുന്ന മമ്മൂക്കയുടെ എല്ലാ സിനിമകളും ഒന്നിനുമേൽ ഒന്നായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അതായത് 50 കോടി എന്ന് പറയുന്നത് ഒരു സംഭവം അല്ലാത്ത രീതിക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും മെഗാ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പേരിൻ്റെ ഒരു പവർ കാണിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് ഈ നിമിഷം എന്ന് വേണം പറയാനായിട്ട്. കാരണം ടർബോ സിനിമ വെറും 4 ദിവസം കൊണ്ട് 5-ാം ദിവസം ആവുന്ന സമയത്ത് 50 കോടി എന്ന് പറയുന്ന റെക്കോർഡ് കടന്നേക്കാണ്. 52 കോടി പിന്നിട്ടേക്കാണെന്നുള്ളൊരു സന്തോഷ വാർത്ത മമ്മൂട്ടി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കരമായിട്ട് സന്തോഷ വാർത്ത തന്നെയാണ്. എനിവേ, സിനിമയുടെ റെക്കോർഡ് കളക്ഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സിനിമ ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് നേടിയിരുന്നത് 6.2 കോടി രൂപയായിരുന്നു. UAE നിന്ന് 3 കോടി രൂപയായിരുന്നു. ഓൾ ഇന്ത്യ ലെവലിൽ 7.4 കോടി രൂപയായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കർണാടകയിൽ നിന്നും 0.7 കോടിയും തമിഴ്നാട്ടിൽ നിന്നും 0.3 കോടിയും നേടിയിരിക്കുന്ന സമയത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 0.2 കോടി രൂപയായിരുന്നു നേടിയായിരുന്നു. അങ്ങനെ മൊത്തം 15 കോടി രൂപയിലും മേലെയായിരുന്നു ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ 2-ാം ദിവസത്തിലോട്ട് എത്തുന്ന സമയത്തും ഈ സിനിമയുടെ കുതിപ്പ് അങ്ങനെ പെട്ടെന്നൊന്നും കുറഞ്ഞിട്ടില്ല. 2-ാം ദിവസത്തിലോട്ട് എത്തിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നും 3.6 കോടി രൂപ, ഗൾഫിൽ നിന്നും 4 കോടി രൂപ, ഓൾ ഇന്ത്യയിൽ നിന്നും 4.6 കോടി രൂപ, വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 11.5 കോടി രൂപയായിരുന്നു ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത്. 2-ാം ദിവസം കഴിഞ്ഞ് 3-ാം ദിവസത്തിലോട്ട് എത്തുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് 3.84 കോടി രൂപ, ഓൾ ഇന്ത്യ ലെവലിൽ 4.9 കോടി രൂപ, വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 13.5 കോടി രൂപ. അതായത് 2-ാം ദിവസം ചെറിയൊരു ഡിപ്പ് ഉണ്ടായെങ്കിലും 3-ാം ദിവസത്തിലോട്ട് എത്തിക്കുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് ഒരു ഗംഭീര തിരിച്ചുവരവിനായിരുന്നു സംഭവിച്ചെന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാനായിട്ട്. 4-ാം ദിവസത്തിലോട്ട് എത്തിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നും 4.4 കോടി രൂപ, ഓൾ ഇന്ത്യ ലെവലിൽ നിന്നും 5.4 കോടി രൂപ, വേൾഡ് വൈഡായിട്ട് 14 കോടി രൂപ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നും 18 കോടി രൂപയാണ് 4-ാം ദിവസം സിനിമയുടെ കളക്ഷൻ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ 22.4 കോടി രൂപയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേൾഡ് വൈഡായിട്ട് 54 കോടി രൂപ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് 4 ദിവസം കൊണ്ട് ഈ സിനിമയുടെ കളക്ഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ചെറിയ വേരിയേഷൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ സിനിമയുടെ ഒഫീഷ്യൽ ടീം തന്നെ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തേക്കാണ് സിനിമ 50 കോടി പിന്നിട്ടിരിക്കുന്നു. 52 കോടിയിലും മേലെ കളക്ഷൻ ഈ സിനിമ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം പറയാണ്. ഇത്രയധികം റിവ്യൂവേഴ്സ് നെഗറ്റീവ് പറഞ്ഞിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ സിനിമ മോശമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഇതൊക്കെ ഉള്ള സമയത്തും ഈ സിനിമ ഇത്രയും മാത്രം പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പവർ തന്നെയാണ്. കാരണം ഈ സിനിമ ഇപ്പോഴും റണ്ണിങ് ആവുന്ന സമയത്ത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കർണാടകയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ സിനിമയ്ക്ക് നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇതിൻ്റെ കേരളത്തിൽ നിന്ന് പുറത്തുള്ള സ്റ്റേറ്റുകൾ നോക്കുകയാണെങ്കിലും ഈവൻ UAE ബോക്സ് ഓഫീസിൽ UAE കളക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിരിക്കുന്ന മറ്റ് സിനിമകളെ വെച്ച് കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ടർബോ സിനിമ ഒരുപാട് മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ടെന്ന കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. എനിവേസ്, മലയാള സിനിമയ്ക്ക് അടുത്തൊരു 50 കോടി നേട്ടം കൂടി കൈവരിക്കാനായിട്ട് സാധിച്ചതാണ്. മമ്മൂക്കയുടെ 2ാമത്തെ 50 കോടി എന്നുള്ളൊരു കാര്യം കൂടി പറയാണ്. കാരണം ഈ വർഷം ഇറങ്ങിയേക്കുന്ന 2 ടൈപ്പ് സിനിമകൾ ഇറക്കിയേക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ 2ാമത്തെ 50 കോടിയാണ് ഈ സിനിമ എന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. ഇനിയും ഈ സിനിമ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് 75 കോടി എന്നുള്ള പറയുന്നത്. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് 100 കോടി തന്നെയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. കാരണം മമ്മൂക്കനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു 100 കോടി അടിക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അല്ലേ. ഇത്രയും മാത്രം പ്രശ്നങ്ങളുള്ള സമയത്ത് നമുക്കും ഒരു ടെൻഷൻ തന്നെയുണ്ട്. പക്ഷേ ഈ സിനിമ 100 കോടി അടിക്കും എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 2-ാം ദിവസം ചെറിയൊരു ഡിപ്പ് ഉണ്ടായെങ്കിലും 3-ാം ദിവസം 4-ാം ദിവസം ഈ സിനിമയ്ക്ക് നല്ലൊരു പ്രോഗ്രഷൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഇന്ന് പോലും തിങ്കളാഴ്ച പോലും ഈ സിനിമയ്ക്ക് നല്ലൊരു പ്രോഗ്രഷൻ ഉണ്ടായെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ടർബോ സിനിമയിൽ വരുന്ന വില്ലനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. കാരണം ഈ സിനിമയുടെ അവസാന ഭാഗത്ത് വന്നിരിക്കുന്ന സമയത്ത് ആരാണ് ഇതിൻ്റെ 2ാം ഭാഗത്തിനെ കുറിച്ചുള്ള കുറേ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ വില്ലനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. കാരണം ഇപ്പോൾ വന്നേക്കുന്ന ആളെന്ന് പറയുന്നത് ഒരു വില്ലനാണെന്നുണ്ടെങ്കിൽ, മാസ് ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മറ്റൊരു വലിയൊരു മാസ് അതല്ലെങ്കിൽ അതൊക്കെ മേലെയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവർ നമുക്ക് തന്നേക്കുന്ന ഒരു ഇൻപുട്ട് തന്നേക്കുന്ന സമയത്ത്, ഇതിൻ്റെ ക്ലൈമാക്സ് ഭാഗത്ത് തന്നേക്കുന്ന ആ ഒരു ഹിന്റ് തന്നേക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ ഡയലോഗ് കൂടി പറയുന്നുണ്ട് ആ ഒരു വില്ലൻ. അതായത് 2ാം ഭാഗത്തിലോട്ട് എത്തുന്ന സമയത്ത് ഇതിൽ വലിയ സംഭവമാണ് ടർബോയിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു ചെറിയ ഹിന്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ പറയാം. തലൈവർ 171 കൂലി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചൊരു ഗംഭീരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്കറിയാം, രജനികാന്തിന്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സിനിമയായിട്ട് വരുന്ന ഒരു സിനിമ തന്നെയാണ് തലൈവർ 171 എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമ ലോകേഷ് കനകരാജിന്റെ സിനിമ എന്നുള്ളൊരു ബ്രാൻഡ് വാല്യൂ കൂടി സിനിമയ്ക്കുണ്ട്. നമുക്കറിയാം, ലോകേഷ് കനകരാജിന്റെ സിനിമ എന്ന് പറയുന്ന സമയത്ത് തന്നെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ തന്നെയാണ്. തലൈവർ 171 കുറിച്ച് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് അത് വരാൻ പോകുന്ന ഒരു ഗംഭീരമാണ് ഒരു കാസ്റ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഈ ഒരു ആക്ടറിനെ കുറിച്ച്, ഈ ഒരു കാസ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഒരു കാലത്തുണ്ടായിരുന്ന അയാളുടെ റേഞ്ച് എന്തായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്.
കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ബാഹുബലി എന്ന് പറയുന്ന സിനിമയിലൂടെ കട്ടപ്പയായിട്ട് വന്നേക്കുന്ന സത്യരാജിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം നല്ലൊരു അടിപൊളി ആക്ടർ തന്നെയാണല്ലേ. പക്ഷെ ഒരു കാലത്ത് തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസിൻ്റെ എണ്ണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മുൻപന്തിയിൽ തന്നെ നിന്നിരുന്ന ഒരു ആക്ടർ തന്നെയായിരുന്നു സത്യരാജ് എന്ന് പറയുന്നത്. ആക്ച്വലി സത്യരാജ് ആൻഡ് രജനീകാന്തിൻ്റെ കോമ്പിനേഷനിൽ മുൻപ് ഒരു സിനിമ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോഴൊന്നല്ല, 38 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരു സിനിമ സംഭവിച്ചായിരുന്നേ. 38 വർഷങ്ങൾക്ക് ശേഷം ഇതാ കൂലി എന്ന് പറയുന്ന സിനിമയിലൂടെ സത്യരാജ് തിരിച്ചു വരാനായിട്ട് പോവാണ്. സത്യരാജ് ആൻഡ് രജനീകാന്ത് കോമ്പിനേഷൻ തിരിച്ചു വരാനായിട്ട് പോവാണ്. സത്യരാജ് എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. പക്ഷേ ഈ സിനിമയിൽ ഈ രണ്ട് കോമ്പിനേഷൻ വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഹീറോ വേഴ്സസ് വില്ലൻ ആണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടാണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. നീണ്ട 38 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ടീം വീണ്ടും ഒന്നിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു കാസ്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സൂര്യയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച സിനിമകളിൽ മുൻപന്തി തന്നെ നിൽക്കുന്ന ഒരു സിനിമയാണ് കങ്കുവ എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അല്ലേ. കാരണം കങ്കുവയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ സിനിമയിലുള്ള പ്രതീക്ഷകൾ എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. സിനിമയുടെ ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയായിരുന്നു. ഓൾറെഡി ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് തന്നെയാണ്. സിനിമയുടെ ഡബ്ബിംഗ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയെ കുറിച്ചൊരു ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. സിനിമയുടെ ഓഡിയോ ലോഞ്ചിനായിട്ട് കമൽഹാസൻ, ചിയാൻ വിക്രം തുടങ്ങിയ ഒരുപാട് സ്റ്റാർ കാസ്റ്റുകളാണ് ഈ സിനിമയിൽ വരാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഓഡിയോ ലോഞ്ചിനായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിനാണ് നമുക്ക് മനസ്സിലാക്കി വരുന്നത്. ഒപ്പം രജനീകാന്ത് കൂടി ഇതിന്റെ ഓഡിയോ ലോഞ്ചിന് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സാധാരണ ഈ ഒരു കോമ്പിനേഷൻ ഒരു സൂര്യ സിനിമയിൽ വന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തോ ഒരു വലിയ സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് വരുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. ഇതിന് മുമ്പ് പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും രണ്ടുപേരും ഒരുമിച്ച് വന്നേക്കുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ കണ്ടേക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ വലിയൊരു ഗ്രാൻഡ് സ്കെയിലാണ് ഈ സിനിമയുടെ സൂര്യ 42 എന്ന് പറയുന്ന കങ്കു എന്ന് പറയുന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സൂര്യ 42നെ കുറിച്ച് പറയുന്ന സമയത്ത് സൂര്യ 44 എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് കൂടി പറയണം. കാരണം സൂര്യ 44 എന്ന് പറയുന്ന സിനിമയിലുള്ള എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് സൂര്യ സിനിമ എന്നുള്ളൊരു കാര്യം മാത്രമല്ല, ഇതൊരു കാർത്തിക് സുബ്രാജ് പടം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം പേട്ട പോലെയുള്ള സിനിമകൾ, കാർത്തിക് സുബ്രാജ് ചെയ്തു വെച്ചേക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് വേറെ മാതിരി പടങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മേക്കിംഗ് തന്നെ വേറെ ലെവലാണ്. സോ ഞാൻ പേഴ്സണലി ഒരു കാർത്തിക് സുബ്രാജ് ഫാനാണ്. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് സൂര്യ 44 എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. സിനിമയുടെ ട്രയൽ ഷൂട്ട് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ട്രയൽ ഷൂട്ട് ഓൾറെഡി ഈ സിനിമയുടെ ഒരു കാസ്റ്റിനെ വെച്ചുകൊണ്ടുള്ള ട്രയൽ ഷൂട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആണ്. അടുത്ത ജൂൺ മാസം മുതൽ ഈ സിനിമയുടെ റിയൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. നീണ്ട 40 ദിവസങ്ങളാണ് ഈ സിനിമയുടെ കണ്ടിന്യൂസ് ഷൂട്ട് നടക്കാനായിട്ട് പോകുന്നത്. ഒരു ലോങ് സ്ട്രെച്ച് ആയിട്ടുള്ള ഷൂട്ട് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് കിട്ടിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എനിവേസ്, ടർബോ സിനിമ കണ്ടേക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് പേഴ്സണലി തോന്നിയത്? കാരണം ചില ആൾക്കാർക്ക് ഈ സിനിമ കണ്ടേക്കുന്നത് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ടാണ്. ആക്ച്വലി സൺഡേ ആയിട്ടാണ് ഈ സിനിമ കൂടുതൽ ആൾക്കാരെ കണ്ടേക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ എന്താണ് നിങ്ങൾ സിനിമ കണ്ടേക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്ന ഒരു നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം സിനിമയുടെ നമ്പർ അല്ല ശരിക്കും സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് സിനിമയുടെ ബിസിനസ് എന്ന് പറയുന്ന സിനിമയുടെ സക്സസ് തന്നെയാണ്. അതൊരു പക്ഷേ ഒരു സ്റ്റാർ പവർ വരുന്ന സമയത്ത് ഈസി ആയിട്ട് ഈ പറയുന്ന നമ്പർ കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു ട്രൂ സിനിമ ഫാൻ എന്ന് പറഞ്ഞ ഒരു സിനിമ കാണുന്ന സമയത്ത്, പ്രത്യേകിച്ച് ടർബോ എന്ന് പറയുന്ന ഒരു മാസ് പടം കാണുന്ന സമയത്ത്, ഇതിന്റെ ജോണർ മനസ്സിലാക്കി കാണുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ച് തോന്നിയിരിക്കുന്നത്? സിനിമ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേര് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂട്ടിയായിട്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബൈ.